എൻ്റെ പേര് ഡോക്ടർ എബ്രഹാം മാത്യു. ഞാനിവിടെ ഡയറി കൺസൾട്ടൻ്റായി ജോലി ചെയ്യുന്നു. എൻ്റെ അനുഭവ സമ്പത്തെന്ന് പറയുന്നത്, ഞാൻ ഇൻഡോസിസ് പ്രോജക്റ്റിൽ ഏകദേശം 27 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഗൾഫിൽ അൽഹാന എന്ന ഫാമിൽ ഏകദേശം 3500 പശുക്കളുള്ള ഫാമിൽ 10 വർഷത്തോളം ജോലി ചെയ്തു. ഈ അനുഭവ സമ്പത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രോജക്റ്റുകളും വെച്ചുകൊണ്ടും ധാരാളം അനുഭവ സമ്പത്ത് എനിക്ക് ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നമ്മൾ പശുക്കളുടെ ഏറ്റവും ഗുണമേന്മയുള്ള പാല് ഉൽപ്പാദിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ വാങ്ങിയിട്ടുള്ള പശുക്കൾ നല്ല ഗുണമേന്മയുള്ളതാണ്, ജനറ്റിക്സ് ഉള്ളതാണ്. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊന്നാണ് അതിൻ്റെ ഫീഡിങ്. ഗുണമേന്മയുള്ള പാല് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും പശുക്കൾക്ക് കൊടുക്കുന്ന ഫീഡാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. റഫേജ്, കോൺസെൻട്രേറ്റ് എന്ന് 2 തരത്തിൽ ഉണ്ട്. ഈ റഫേജ് നമ്മൾ കൊടുക്കുന്നത് ചോളമാണ്. കോൺസെൻട്രേറ്റ് നമ്മൾ സ്വയമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്വയമായിട്ട് നിർമ്മിക്കുമ്പോൾ അതിലെത്ര പ്രോട്ടീൻ വേണമെന്നുള്ളതും അതിലെത്ര എനർജി വേണമെന്നുള്ളതും അതിലെത്ര ഫൈബർ വേണമെന്നുള്ളതും നമ്മൾ ഡിസൈഡ് ചെയ്യുകയാണ്. അതാണ് ഈ പാലിൽ അതിൻ്റെ ഗുണത്തിനായി പ്രതിഫലിക്കുന്നത്. അപ്പോൾ അത് ഒരു വശം. രണ്ടാമതൊരു വശം, തീർച്ചയായിട്ടും പശുക്കൾക്ക് ഫീഡ് കൊടുക്കുമ്പോൾ അതിൽ റഫേജസ് വേണം. ഈ റഫേജസ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന് പറയുന്ന പുല്ലായ ചോളത്തിൽ നിന്നാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ചോളം അതേപടിയല്ല, നമ്മൾ ബങ്കറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ സൈലേജ് എന്ന രൂപത്തിലായിരിക്കും ഇത് കൊടുക്കുക. ഈ പറയുന്ന നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കോൺസെൻട്രേറ്റ്, അതിലെത്ര പ്രോട്ടീൻ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നു. അതനുസരിച്ച് പാലിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതും സൈലേജും കൂട്ടിയിട്ട് ഉള്ള ഒരു TMR എന്ന് പറയുന്ന ഫീഡിംഗ് സിസ്റ്റമാണ്. ഈ TMR ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണം, ഒരൊറ്റ ബൈറ്റിൽ തന്നെ പശുവിന് എല്ലാ പോഷകാംശങ്ങളും കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ദിവസം ഉണ്ടാക്കുന്ന പാല് മറ്റൊരു ദിവസവുമായിട്ട് കാര്യമായ വ്യതിയാനം വരില്ല. ഇനി പാലിൻ്റെ ഗുണഗണങ്ങൾക്ക് വ്യതിയാനം വരുന്നത് എവിടെയാണ്? പശുക്കൾ പ്രസവിച്ചാൽ ഉടനെ കിട്ടുന്ന പാല്, ഇളം പാല്. അത് കഴിഞ്ഞിട്ട് നല്ല പാല് തന്നെ വരുന്നു. പക്ഷെ അതിൽ എല്ലാ ഘടകങ്ങളും മറ്റുള്ള പാല് പോലെ ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നതിന്? പശു പ്രസവിച്ച ഉടനെ തുടങ്ങി 21 ദിവസത്തേക്ക് നമ്മൾ ഒരു ഫീഡിൻ്റെ സംയോജിതം നമ്മൾ കൊടുക്കുന്നു. അതിനായിട്ട് നമുക്ക് കമ്പ്യൂട്ടറുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി അങ്ങനെ ഇയർലി ഫീഡെന്ന് ഞങ്ങൾ വിളിക്കുന്ന പ്രസവ ദിവസം മുതൽ 21 ദിവസം വരെയുള്ള ഫീഡ് ഞങ്ങൾ കൊടുക്കുന്നു. ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് റെക്കോർഡിങ്ങും ആ റെക്കോർഡിനോട് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നത്. അതിലൊന്നാണ് നമ്മളുടെ ഡിജിറ്റൽ റെക്കോർഡിംഗ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് പാർലർ വഴി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ പശുവിൻ്റെയും പ്രൊട്ടക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അതിനായിട്ട് നമ്മളുടെ ഓരോ പശുക്കളിലും ബെൽറ്റ് ഉണ്ടാകും. ഈ ബെൽറ്റിൽ ഒരു സെൻസർ ഉണ്ടാകും. ഈ സെൻസർ വെച്ചിട്ടാണ് ഓരോ പശുവിൻ്റെയും ഡീറ്റെയിൽസ് നേരിട്ട് ഡിജിറ്റലൈസ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് പശുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ ഹീറ്റ് ഡിറ്റക്ഷൻ, അല്ലെങ്കിൽ ബീജാദാനം ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഏത് ദിവസത്തിലാണ് ബീജാദാനം ചെയ്യേണ്ടത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സാധാരണ ഓരോ മനുഷ്യരും പോയി നോക്കേണ്ട കാര്യങ്ങളില്ല. അല്ലാതെ തന്നെ നമുക്ക് സെൻട്രൽ പ്ലേസിലേക്ക് ഏത് പശുവാണ് ഏത് ദിവസം ബീജാദാനം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി കിട്ടിക്കൊണ്ടിരിക്കും.